സാലി കിച്ചൺ. ഇന്ന് ഞാൻ മുട്ട വെച്ചിട്ടുള്ള ഒരു ചില്ലിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഫ്രൈഡ് റൈസിൻ്റെ കൂടിയാലും ചപ്പാത്തിയുടെ കൂടിയാലും ഒക്കെ നല്ല കോമ്പിനേഷനാണ് ഈ ഒരു എഗ് ചില്ലി. ഒരു ചൈനീസ് സ്റ്റൈലിലുള്ള എഗ് ചില്ലി. എങ്ങനെയാണ് ഇത് റെഡിയാക്കി എടുക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് മുട്ട വേവിച്ചെടുക്കണം. സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ മുട്ട പുഴുങ്ങിയെടുക്കുകയല്ല ഞാൻ ചെയ്യുന്നത്. വേറൊരു രീതിയിലാണ് നമ്മൾ മുട്ട വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു മിക്സിയുടെ ജാർ എടുക്കുക. ഇതിലേക്ക് നമുക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിക്കണം. ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഞാൻ 1/2 ടീസ്പൂണോളം കുരുമുളകിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി മിക്സി അടച്ച് വെച്ചിട്ട് നന്നായിട്ട് ഇത് അടിച്ചെടുക്കണം. നല്ലോണം ഒന്ന് പതപ്പിച്ച് അടിച്ചെടുക്കണം കേട്ടോ. ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല, മിക്സി വെച്ചിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലെ മുട്ട നന്നായിട്ട് മിക്സായി നന്നായിട്ട് പതഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു സോസ് പാൻ ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം ഓയിലാണ് ഒന്ന് താഴ്ഭാഗം ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. താഴ്ഭാഗം നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. താഴെ ഞാനൊരു തട്ട് വെച്ചിട്ടുണ്ട്, അതായത് ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട് പഴയത്. അതിൻ്റെ മുകളിലാണ് ഈ ഒരു സോസ് പാൻ വെച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ അടിച്ച് ബീറ്റ് ചെയ്ത് വെച്ച മുട്ടയുടെ മിക്സ് ഒഴിച്ച് കൊടുക്കണം. പിന്നെ ഇതിപ്പോൾ സോസ് പാനിൽ ഇങ്ങനെ വേവിക്കുന്നതിന് പകരം നിങ്ങൾക്ക് ആവി ചെമ്പിൽ വെച്ചിട്ട് വേവിച്ചെടുത്താലും മതി. ആവി പാത്രത്തിൻ്റെ മുകളിൽ ഒരു പ്ലേറ്റ് ഇറക്കി വെച്ചിട്ട് ആ പ്ലേറ്റിൽ ഈ ഒരു മുട്ടയുടെ മിക്സ് ഒഴിച്ച് കൊടുക്കുക. അങ്ങനെ വേവിച്ചെടുത്താലും മതി. ഇപ്പോൾ ഞാനിത് അടച്ച് വെക്കുകയാണ്. ഇത് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയായി കിട്ടും കേട്ടോ. ലോ ഫ്ലെയിമിൽ ഞാൻ അടച്ച് വെച്ചിട്ടൊരു 10 മിനിറ്റ് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ മുട്ടയൊക്കെ നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് തണുക്കാൻ വേണ്ടി വെക്കുക. തണുത്ത് കഴിഞ്ഞിട്ടാണ് നമ്മളിത് ഈ ഒരു സോസ് പാനിൽ നിന്ന് പുറത്തെടുക്കുന്നത്. അപ്പോൾ സോസ് പാനിൽ നിന്ന് പുറത്തെടുത്തതിന് ശേഷം ഇതുപോലെ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ചിക്കനൊക്കെ ചില്ലി ആക്കുമ്പോൾ ബോൺലെസ് പീസ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുമല്ലോ, അപ്പോൾ അതുപോലെ തന്നെ നമ്മളിതും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ മുട്ട കട്ട് ചെയ്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. അപ്പോൾ ഇനി ഇത് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബാറ്ററാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. 2 ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ ആണ് ഞാൻ ഈ ഒരു ബൗളിലേക്ക് ആഡ് ചെയ്യുന്നത്. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം മൈദ ആഡ് ചെയ്യാം. ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക്, 1/2 ടീസ്പൂണോളം മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഒരു 1/2 നാരങ്ങ പിഴിഞ്ഞിട്ട് ചേർക്കുന്നുണ്ട്. ഇനി ഈ പൊടികളിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് നല്ല കട്ടിയിൽ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ബജിയുടെ ബാറ്ററൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നില്ലേ, അതുപോലെയാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. ഒട്ടും കട്ടകളില്ലാതെ തന്നെ മിക്സ് ചെയ്തെടുക്കുക. ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കി എടുക്കരുത്. ആവശ്യത്തിന് മാത്രം നോക്കി നോക്കി ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ നല്ല കട്ടിയിൽ നമ്മൾ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച മുട്ട പീസുകളുണ്ടല്ലോ, അതിട്ട് കൊടുക്കുക. ഇനി പതുക്കെ ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതൊരു 10 മിനിറ്റ് നമ്മൾ മാറ്റി വെക്കുന്നുണ്ട്. 10 മിനിറ്റ് മാത്രം മതിയാവും. പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ചീനച്ചട്ടിയിൽ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി ഒന്നിച്ചിട്ട് കൊടുക്കണ്ട, ഇതുപോലെ തനിയെ ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. എല്ലാം കൂടി ഒന്നിച്ചിട്ട് കൊടുക്കും, പിന്നെ പരസ്പരം ഒട്ടിപ്പിടിച്ചിട്ടായിരിക്കും ഉണ്ടാവുക. നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനൊന്ന് ഇളക്കി ഒരു ഭാഗം നന്നായിട്ട് റെഡി ആയി കഴിഞ്ഞാൽ മറിച്ചിട്ട് കൊടുത്തിട്ട് അങ്ങനെ സാധാരണ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അധികം ബ്രൗൺ കളർ ആയി കിട്ടിയൊന്നും വേണ്ട, ഈ ഒരു രീതിയിലുള്ള കളർ ആയി കിട്ടിയാൽ മതി. ഇപ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ മുട്ട ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. എല്ലാം ഞാൻ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇത് മാറ്റി വെക്കാം. ഇനി ഈ ഒരു ചില്ലി ഉണ്ടാക്കിയെടുക്കുന്നതിന് മുന്നേ സോസിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ചെയ്ത് വെക്കേണ്ടത് ഒരു 1/2 കപ്പ് വെള്ളത്തിൽ 2 ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒട്ടും കട്ടകളില്ലാതെ മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കണം. ഇനി ഒരു ഫ്രൈ പാൻ ചൂടാക്കാൻ വെക്കുക. ഇതിലേക്ക് ഞാൻ 1.5 ടേബിൾ സ്പൂണോളം ഒലിവ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏത് ഓയിൽ നിങ്ങൾക്ക് ചെയ്യാം, വെളിച്ചെണ്ണ ഒഴികെ. ഇനി ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും 1/2 ടേബിൾ സ്പൂൺ തന്നെ ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തതുമാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഒരു പകുതി സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 2-3 പച്ചമുളകും കൂടി കട്ട് ചെയ്തിട്ടുണ്ട്. നടുവ് കീറിയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പച്ചമുളക്.
നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് സവാള ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആക്കി കിട്ടിയാൽ മതി, നന്നായിട്ട് വഴന്ന് വരുമൊന്നും വേണ്ട. ഇപ്പോൾ സവാള ഒന്ന് സോഫ്റ്റ് ആക്കി കിട്ടിയാൽ 1 ടീസ്പൂണോളം മുളക് ചേർത്ത് കൊടുക്കാം, മുളക് പൊടി. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്, അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ പോകാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടില്ലേ കോൺഫ്ലോറിൻ്റെ പേസ്റ്റ്, അത് ചേർത്ത് കൊടുക്കുക. ചെറിയ തീയിലിട്ടിട്ട് കോൺഫ്ലോർ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇതിലേക്ക് 1 കപ്പും കൂടി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ട് ഗ്രേവി മാത്രമേ ആക്കിയെടുക്കുന്നുള്ളൂ, നല്ല ഗ്രേവിയോടെ ചെയ്യുന്നില്ല. അപ്പോൾ ഇത്രയും വെള്ളം മതി. അപ്പോൾ നിങ്ങളുടെ ഗ്രേവി പോലെ നിങ്ങൾക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം സോയ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ലിക്വിഡ് ഫുഡ് കളർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, എനിക്ക് ഫോട്ടോ എടുക്കുമ്പോൾ ഒരു ഭംഗി കിട്ടാൻ വേണ്ടി മാത്രം ഞാൻ ചേർത്തതാണ്. കളറ് യാതൊരു നിർബന്ധമില്ല കേട്ടോ. കളറും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണോളം വിനെഗർ ചേർക്കുക. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട്, ആ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ആയി കിട്ടാൻ വേണ്ടിയിട്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു സോസിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം, നമ്മൾ ആദ്യം ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഇതുപോലെ ചെറുതായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച മുട്ടയുടെ പീസസ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ആ സോസ് എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു ചില്ലി നല്ല ഡ്രൈയും അല്ല ഗ്രേവിയും അധികവും ഇല്ല, അപ്പോൾ ഗ്രേവിയൊക്കെ നോക്കിയിട്ട് ചെയ്യാം. ഇനി അവസാനം ഞാൻ ഇതിലേക്ക് ഒരു സവോള ക്യൂബായിട്ട് കട്ട് ചെയ്തതും പിന്നെ അതുപോലെ ഒരു ചെറിയ ക്യാപ്സിക്കം ക്യൂബായിട്ട് കട്ട് ചെയ്തതുമാണ് ഇട്ട് കൊടുക്കുന്നത്. അത് അവസാനം ചേർത്ത് കൊടുത്താൽ മതി. ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അത് കുക്കായി കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല, അത് ആ ഒരു പച്ചക്കറി കടിക്കാൻ കിട്ടുമ്പോഴാണ് കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുക. ഇനി അവസാനം കുറച്ച് സ്പ്രിംഗ് ഓണിയൻ കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യുക, ഇതൊക്കെ പ്രത്യേക ഒരു ടേസ്റ്റാണ്. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ മുട്ട വെച്ചിട്ടുള്ള സിമ്പിളായിട്ടുള്ള ചില്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുവരെ ഈ ചില്ലി ഇതുപോലെ ഉണ്ടാക്കി എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ പറയണം. എപ്പോഴും നമ്മളെ വീട്ടിലുണ്ടാകുന്നതാണ് മുട്ടയൊക്കെ. ഇപ്പോൾ പെട്ടെന്നൊക്കെ ഗസ്റ്റ് വരാമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പെഷ്യലായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചില്ലിയാണിത്. ചപ്പാത്തിയുടെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അതുപോലെ ഫ്രൈഡ് റൈസിൻ്റെ കൂടെയൊക്കെ നമുക്ക് സൈഡായിട്ട് കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ വെജിറ്റേറിയൻസിനും നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെടും, മുട്ട കഴിക്കുന്ന വെജിറ്റേറിയൻസിനെ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്